നമസ്കാരം, കമ്മത്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ SLC എക്സാമിനേഷൻ മാർച്ച് 2020 അതിൻ്റെ ഒരു ആൻസർ കീയും ഒരു അവലോകനവുമാണ്. കുട്ടികളുടെ അഭിപ്രായം അറിഞ്ഞപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് വളരെ പാട് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് മിക്ക കുട്ടികളും അഭിപ്രായപ്പെടുന്നത്. ഒരു 40% വരെ മാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടില്ലാത്തതും എന്നാൽ അതിന് മുകളിലേക്ക് ഇച്ചിരി ടഫായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. മോഡൽ എക്സാമിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 60 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പരീക്ഷ എഴുതുമ്പോഴത്തേക്കും പഠിച്ച കാര്യങ്ങളെല്ലാം മറക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. വാല്യുവേഷൻ ലിബറലാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എഴുതണം, 2 മാർക്ക് വീതം. 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 3 മാർക്ക് വീതം. 12 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 7 എഴുതണം, 4 മാർക്കുള്ളത്. ഈ സെക്ഷനിലായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ചോദ്യങ്ങളുണ്ടായിരുന്നത്, 4 മാർക്കിൻ്റെ സെക്ഷൻ. എന്നാൽ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്രാവശ്യവും. 22 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെത്, അത് 5 എഴുതണം. 29ാമത്തെ ഒരു ചോദ്യം, അത് ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ വായിച്ചെടുക്കാനുള്ള സമയക്കുറവ് മൂലം ചെയ്യാൻ സാധിക്കാത്ത കുട്ടികളുമുണ്ട്. നമുക്ക് ആൻസർ കീയിലേക്ക് കിടക്കാം. 1ാമത്തെ ചോദ്യം 2 മാർക്കിനുള്ളതായിരുന്നു. റൈറ്റ് ദ 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 125, 49, 73, 97 എക്സെട്ര. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 24 എന്ന് മനസ്സിലാക്കി 97 24 കൂട്ടി എഴുതാം. പിന്നെ 6th ടേം എന്ന് കണ്ട് A+5D എന്നിട്ട് ചെയ്തവരും ഉണ്ടാകും. ഇവിടെ എന്നാൽ വളരെ എളുപ്പമുള്ള രീതിയിൽ തന്നെ ചെയ്യാമായിരുന്നു ആദ്യത്തെ A ക്വസ്റ്റ്യൻ. എന്നാൽ B ക്വസ്റ്റ്യൻ ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന കാണുന്ന ഭാഗം വരുമ്പോൾ കുട്ടികൾക്ക് ഡൗട്ട് വരാം. എന്നാൽ ഈ സീക്വൻസ് 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാവുള്ളൂ ഇത് തിരിച്ചിട്ടിരിക്കുന്നതാണെന്നും. എന്നാൽ അടുത്ത 2 നമ്പേഴ്സ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് 25, 1 എന്നാണെന്ന് മനസ്സിലാകും. അതിൻ്റെ ആൻസേഴ്സ്, ഒന്നാമത്തതിൻ്റെ 97 + 24, ഇവിടുത്തെ ഡിഫറൻസ് 24 അപ്പോൾ 97 24 കൂട്ടി 6ാമത്തെ ടേം 121. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 97, 73, 49 ഈ സീക്വൻസ് തിരിച്ചെഴുതുമ്പോൾ അടുത്ത് 49, 25, 1. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് ഈ 3 ഉള്ളത്. അപ്പോൾ ആൻസർ 3. ചോദ്യം, കോഡ്സ് AB ആൻഡ് CD ഇൻ്റർസെക്റ്റിംഗ് അറ്റ് P. AB = 10 cm, PB = 4 cm ആൻഡ് PD = 3 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PA? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. ഇത് കുട്ടികൾക്ക് എളുപ്പമുള്ളത് തന്നെയായിരിക്കണം. AB 10 cm തന്നിട്ടുണ്ട്. അപ്പോൾ PB 4, മിച്ചമുള്ളത് 6. ഇവിടെ PD 3 cm എന്നും PCയുടെ നീളം കാണണം. അപ്പോൾ ആദ്യം PAയുടെ നീളം 6 cm, PCയുടെ നീളം കാണാൻ ഇക്വേഷൻ PA × PB = PC × PD ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ആൻസർ കിട്ടും. ആൻസർ നോക്കുക. 6 × 4 = PC × 3, PC = 24/3, 8 cm. അപ്പോൾ PCയുടെ നീളം 8, PAയുടെ നീളം 6. അടുത്തത് 3ാമത്തെ ചോദ്യം പോളിനോമിയൽ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതായിരുന്നു. റൈറ്റ് ദ പോളിനോമിയൽ P of x = x² - 4 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അപ്പോൾ ഇത് ചില കുട്ടികൾ ഇത് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഇതിൻ്റെ ആൻസർ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ എഴുതാമായിരുന്നു. x² - 4 = x² - 2². അതിനെ 2 ഫാക്ടേഴ്സ് ആക്കി x + 2, x - 2. 4ാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് x² + y² = 25 is the equation of the circle. x² + y² = 25 എന്ന ഇക്വേഷൻ ഉള്ള സർക്കിളാണ് ഈ വരച്ചിരിക്കുന്നത്. x² + y² = r² എന്ന ഫോമിലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ റേഡിയസ് 5. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഹൂസ് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 3. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ x² + y² = 3². 5ാമത്തെ ചോദ്യം 3 മാർക്കിനുള്ളതായിരുന്നു. അതിൻ്റെ A ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് 3n + 5. B ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് കോമൺ ഡിഫറൻസ് 5. റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം. ഇത് അരിത്തമെറ്റിക് സീക്വൻസിലെ എളുപ്പമുള്ളൊരു ചോദ്യം, 3 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് ടേം കാണാൻ ഇവിടെ 1 കൊടുത്താൽ 3 × 1 + 5, അപ്പോൾ 3 + 5 8 ആണ് ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് എന്നിൻ്റെ കൂടെയുള്ള നമ്പർ 3. വീണ്ടും ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് കോമൺ ഡിഫറൻസ് 5.
അപ്പോൾ ഫസ്റ്റ് ടേം 8, കോമൺ ഡിഫറൻസ് 5 ആയതുകൊണ്ട് കോമൺ ഡിഫറൻസിൻ്റെ കൂടെ n ഇടുന്നു 5n. 3യും കൂടെ ആഡ് ചെയ്താൽ 8 കിട്ടും. അപ്പോൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ 5n + 3. ആറാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിന്നുള്ളതായിരുന്നു. ഇൻ ദ ഫിഗർ ആംഗിൾ ABC 90 ഡിഗ്രി, ABC 90 ഡിഗ്രി, ആംഗിൾ C = ആംഗിൾ D = 45, AB 10 സെൻറ്റിമീറ്റർ. AB ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ട് ആംഗിൾസും സെയിം 45 വെച്ച്. A question, what is the length of AC? B, what is the radius of the circumcircle of triangle ABC? C, what is the radius of the circumcircle of triangle ABD? ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. In triangle ABC, angles are ABCയിൽ angles are 45, 45, 90. Therefore, sides are in the ratio 1:2. AB is equal to 10 സെൻറ്റിമീറ്റർ. എ ബിയുടെ നീളം 10 സെൻറ്റിമീറ്റർ, ബി സി 10 സെൻറ്റിമീറ്റർ. കാരണം നമുക്കറിയാം 1:1 ആണ് അവിടുത്തെ റേഷ്യോ. എ സി 10√2, എ സിയുടെ നീളം 10√2, റേഡിയസ് 5√2. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കംസർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി? അതിൻ്റെ റേഡിയസും 5√2 തന്നെ. ഏഴാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളത് ടാൻജൻസിൽ നിന്നുള്ളത്. 3 മാർക്കിൻ്റെ ഈ ചോദ്യം വളരെ എളുപ്പമായിരുന്നു. കുട്ടികളെല്ലാവരും വരച്ചു എന്ന് കരുതുന്നു. എട്ടാമത്തെ ചോദ്യവും അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നുള്ളത്. എക്സ് ഒക്കെ തന്നതുകൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്? x-1, x+1 എക്സെട്ര. ഇവിടെ 1 വെച്ച് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് 1. If x-1 is an even number, which number is the next even number? രണ്ട് ഈവൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2. അപ്പോൾ x-1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ x-1 + 2, അതായത് x+1. Prove that the product of two consecutive even numbers added to 1 gives a perfect square. അപ്പോൾ രണ്ട് ഈവൻ നമ്പേഴ്സ് നമുക്ക് ഇത് തന്നെ അങ്ങ് സെലക്ട് ചെയ്യാം. ഒരു ഈവൻ നമ്പർ x-1 ആണെങ്കിൽ അടുത്തത് x+1, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ x² - 1 എന്ന് കിട്ടും. +1, ഈ +1ഉം -1ഉം ക്യാൻസലായി മിച്ചമുള്ളത് x². അപ്പോൾ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇൻ ദ ഫിഗർ ABCD ഈസ് എ സ്ക്വയർ. ഇറ്റ്സ് ഡയഗണൽസ് ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് ആക്സിസ്. AC is equal to 6 centimeter and the coordinates of A is 3, 2. Write the coordinates of the vertices C, B, D. ഫിഗറിൽ A 3, 2 തന്നിട്ടുണ്ട്. AC-യുടെ നീളം 6 ആയതുകൊണ്ട് x-ആക്സിന് പാരലലും ആണ്. അതുകൊണ്ട് 3ൻ്റെ കൂടെ 6 കൂടെ കൂട്ടി 9, 2. x-ആക്സിന് പാരലായതുകൊണ്ട് y സെയിം ആയിരിക്കും. അതുപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ തന്നെയാണ് DB-യുടെ നീളം. കാരണം ഡയഗണൽസ് ഈക്വൽ ആണ് സ്ക്വയറിൻ്റെത്. അപ്പോൾ ഇത് മിഡ് പോയിൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് മിഡ് പോയിൻ്റ്. അപ്പോൾ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 6, 2 കിട്ടും. ഇവിടുന്ന് 3 മുകളിലേക്ക് കയറിയാൽ 6, 5 ആണ് ഡിയുടെ പൊസിഷൻ. ബിയുടെ പൊസിഷൻ 6, -1. C is equal to 9, 2. B is equal to 6, -1. D is equal to 6, 5. 10ാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ദ ഫിഗർ ABCD is a cyclic quadrilateral. Also angle A plus angle D 210, angle D plus angle C 250. എയും ഡിയും കൂടെ കൂട്ടിയാൽ എയും ഡിയും കൂട്ടിയാൽ 210, ഡിയും സിയും കൂട്ടിയാൽ 250. വാട്ട് ഈസ് A plus C? A plus C എന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമില്ല. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ കൂട്ടിയാൽ 180 എന്ന് കിട്ടും. എന്നാൽ രണ്ടാമത്തെ സെക്ഷൻ്റെ ആൻസർ ചെയ്യാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണും. ആംഗിൾ എ 70 ഡിഗ്രി, ആംഗിൾ സി 110 ഡിഗ്രി. 11ാമത്തെ ചോദ്യം. ദ ഫിഗർ ഓഫ് എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് ഷോൺ ബിലോ. ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി പേപ്പർ ഷീറ്റ് ഈസ് 36 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഒരു ഭാഗം, ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പറാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സൈഡ് 36 സെൻറ്റിമീറ്റർ. ആൻഡ് AB 10 സെൻറ്റിമീറ്റർ. A തൊട്ട് B വരെ 10 സെൻറ്റിമീറ്റർ. ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് കട്ട് ഔട്ട് ആൻഡ് ഫോൾഡഡ് ഇൻ ടു എ സ്ക്വയർ പിരമിഡ്. ഇത് കട്ട് ചെയ്തെടുത്ത്, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ബേസ് എഡ്ജ് ഓഫ് ദി പിരമിഡ്? ഇത് എളുപ്പമുള്ളത് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ് എഡ്ജ് 10. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി പിരമിഡ്? സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദി പിരമിഡ്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടും ഫിഗറിൽ നിന്ന് തന്നെ. AB is equal to 10. ബി ക്വസ്റ്റ്യൻ, സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ. സ്ലാൻഡ് ഹൈറ്റ് എന്നത് L ആണ്. അതായത് രണ്ട് സ്ലാൻഡ് ഹൈറ്റുകളും ഈ
10 സെൻറ്റിമീറ്ററും ഈ 10 സെൻറ്റിമീറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 36 കിട്ടും. അപ്പോൾ L + 10 = 36. അപ്പോൾ 2L + 10 = 36. 2L = 36 - 10 എന്നും L = 13 സെൻറ്റിമീറ്റർ എന്നും കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ കാണാം. ലാറ്ററൽ സർഫസ് ഏരിയ 2AL അല്ലെങ്കിൽ 2BL. ഇവിടെ 2 × A എന്ന് പറഞ്ഞ് ബേസ് എഡ്ജ് 10 × L 13 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 260 സെൻറ്റിമീറ്റർ സ്ക്വയർ. 12ാമത്തെ ചോദ്യം മുതൽ 21ാമത്തെ ചോദ്യം വരെ ഏതെങ്കിലും 7 എണ്ണം എഴുതണം, 4 മാർക്കിനുള്ളത്. ഇതിൽ ആണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. 12ാമത്തെ ചോദ്യം തന്നെ ഫ്രാക്ഷനുകൾ കാണുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാം, അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള സാധ്യതയായിരുന്നു. എന്നാൽ ക്വസ്റ്റ്യൻ വായിച്ച് കുറച്ച് സമയം മനസ്സിലാക്കിയെടുത്താൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. A. What is the sum of first 5 terms of the arithmetic sequence 1, 3, 5, 7? Sum of odd numbers ആണ്, അതായത് 5² എന്ന് എഴുതിയാൽ മതി, 25. What is the sum of first n terms of the arithmetic sequence 1 + 3 + 5 + 7? അതിൻ്റെ ആൻസർ n². Find the sum of first n terms of the arithmetic sequence 1/n, 1, 3/n, sequence 1/n, 3/n, 5/n, 7/n, etc. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? n ടേംസ് കൂട്ടിയാൽ അതിന് 1/n + 3/n + 5/n + 7/n + etc. ദാറ്റ് ഈസ് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ സം ഓഫ് n ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ n² എന്ന് കിട്ടും. n²/n കട്ട് ചെയ്യുമ്പോൾ n ആണ് ആൻസർ. D question. What is the sum of first 2020 terms of the arithmetic sequence 1/2020, 3/2020, 5/2020, etc. ഇവിടെ ഇതുപോലെ തന്നെ ന്യൂമറേറ്റർ നമുക്ക് കൂട്ടാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതി. ന്യൂമറേറ്റർ 2020 ടേംസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ 2020² / 2020. ഇവിടെ നമുക്ക് 2020 ഒരെണ്ണം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ 2020. 13ാമത്തെ ചോദ്യം വരയ്ക്കാനുള്ള എളുപ്പമുള്ള ഒരു ചോദ്യം. എല്ലാവരും വരച്ചു എന്ന് കരുതുന്നു. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഹാവിംഗ് ദ സെയിം ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ. ഇവിടെ ആദ്യം റെക്ടാംഗിൾ വരയ്ക്കുന്നു. ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ നീട്ടി വരച്ച് ഒരു സ്ക്വയർ. ഇത് എല്ലാവരും ചെയ്തു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതായിരുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ എ സ്കൂൾ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10A ഡിവിഷൻ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10B. 10Aയിലും 10Bയിലും തുല്യ എണ്ണം കുട്ടികളാണ്. 1 സ്റ്റുഡൻറ്റ് ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് ഡിവിഷൻ. ഒരു കുട്ടി വെച്ച് ഓരോ ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ബോയ്സ് 10A ഈസ് 20. ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് 10A ഈസ് 2/5. 20 കുട്ടികൾ. അപ്പോൾ 2ന് 20 കട്ട് ചെയ്ത് സിംപ്ലസ്റ്റ് ഫോം ആക്കിയതാണ് 2. അപ്പോൾ 50 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടുന്ന് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 എന്ന് കിട്ടും. അപ്പോൾ 30 ഗേൾസ് ആണ് മിച്ചമുള്ളത്. അപ്പോൾ 2 ക്ലാസ്സിലും തുല്യമായതുകൊണ്ട് അപ്പുറത്തെ ക്ലാസ്സിലും 50 കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കാം. 10Bയിലും വീണ്ടും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50. പ്രോബിലിറ്റി ഓഫ് ഗേൾ ഫ്രം 10A. ഗേൾ ഫ്രം 10A ഈസ് ഈക്വൽ ടു 30/50 എന്ന് കിട്ടും. 10Bയിലെ ബോയ്സിൻ്റെ എണ്ണം തന്നിരിക്കുന്നു. 3/5 ആണ് റേഷ്യോ. അപ്പോൾ 50 കുട്ടികളിൽ 30 കുട്ടികളാണ് ബോയ്സ്. അപ്പോൾ മിച്ചമുള്ള 20 കുട്ടികൾ ഗേൾസ്. ഇനി പ്രോബിലിറ്റി ഓഫ് ഗേൾ ഫ്രം 10A. 10Aയിലെ ഗേൾസിൻ്റെ പ്രോബിലിറ്റി. ഗേൾസിൻ്റെ എണ്ണം 30. ടോട്ടൽ 50 ആയതുകൊണ്ട് 30/50 3/5. നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10B. 10Bയിലെ ബോയ്സിൻ്റെ എണ്ണം. 10Bയിലെ ബോയ്സ് 30. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ്. രണ്ടിടത്തും ബോയ്സ് ആകാനുള്ള സാധ്യത. രണ്ടിടത്തും സെലക്ട് ചെയ്ത ബോയ്സ് കിട്ടാനുള്ള സാധ്യത 20/50 × 30/50. ആൻസർ 600/2500. ഇത് ക്യാൻസൽ ഇവിടെ ക്യാൻസൽ ചെയ്താൽ 6/25 ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നുള്ളത്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഇൻ ദ ഫിഗർ ഈസ് 36. ഈ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 36. അപ്പോൾ 2 × L + B ആണ് 36. അവിടെ നിന്ന് ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 18 എന്ന് കിട്ടും. AC ഈസ് ഈക്വൽ ടു √164. ACയുടെ നീളം √164. വാട്ട് ഈസ് AB + BC? AB + BC എന്നത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കൂട്ടിയാൽ അപ്പോൾ 18. അപ്പോൾ ആദ്യത്തെ ആൻസർ 18. വീണ്ടും ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ നീളം കാണണം. ABയുടെ നീളം കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തു ഈ സൈഡ് ബ്രെഡ്ത്ത് X എന്ന് എടുക്കുന്നു,
ലെങ്ത് 18 - x എന്നെടുക്കുന്നു. ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഇവിടെ 90 ഡിഗ്രി ആണ് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട്, അപ്പോൾ സ്ക്വയർ പ്ലസ് 18 - x ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു √164ൻ്റെ സ്ക്വയർ എന്ന് എഴുതി നമുക്ക് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 18 - x ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 164 √164 സ്ക്വയർ. ഈ റൂട്ടും സ്ക്വയറൂടെ പോകുമ്പോൾ മിച്ചം 164. ഇവിടെ a - b ഹോൾ സ്ക്വയർ പോലെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 324 - 36x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ ആഡ് ചെയ്തു 2x² - 36x പ്ലസ് 324 - 164 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതാ ഇത് കുറച്ച് എഴുതാം. മിച്ചമുള്ളത് 160. 2x² - 36x പ്ലസ് 160 ഇസ് ഈക്വൽ ടു 0. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ x² - 18x പ്ലസ് 80 ഇസ് ഈക്വൽ ടു 0 എന്നും, ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x - 8 × x - 10 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അവിടെ നിന്ന് x ഇസ് ഈക്വൽ ടു 8 എന്നും x ഇസ് ഈക്വൽ 10 എന്ന് കിട്ടുന്നു. അപ്പോൾ ലെങ്ത് 10, ബ്രെഡ്ത്ത് 8. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന എ ബിയുടെ നീളം കാണാൻ എ ബി ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. 16ാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിന്നുള്ളതായിരുന്നു. അത് എളുപ്പമുള്ള ചോദ്യം തന്നെ. ആംഗിൾ എ ആംഗിൾ ബി 30 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ ബിയും 30 ഡിഗ്രി. എ സി 4 സെൻറ്റിമീറ്റർ. എ സി 4. അപ്പോൾ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നും ബി സി ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 4. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ നീളം കാണാൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി. 30യുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ ഡബിളാണിത്. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് ഇവിടെ 2 എന്നും 60യുടെ ഓപ്പോസിറ്റ് 2√3 എന്ന് വരും. ഇവിടെ ഞാൻ ഡി എന്നൊരു പോയിൻ്റ് എടുക്കുന്നു. എ ബിയുടെ നീളം കാണാൻ ഇവിടെ 2√3, ഇപ്പുറത്തും അതുപോലെ 2√3. കാരണം റേഷ്യോ 30, 60, 90 വരുമ്പോൾ റേഷ്യോ 1:√3:2. അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു 2√3 + 2√3 4√3. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ വരയ്ക്കാനുള്ളത്. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ വരയ്ക്കേണ്ടത് ഇങ്ങനെ. ബേസ് 4 ആയിട്ട് PR വരയ്ക്കുക. പിയിൽ നിന്ന് 30 ഡിഗ്രി, ആറിൽ നിന്ന് 120 ഡിഗ്രി എടുത്ത് വരച്ച് കഴിയുമ്പോൾ അത് കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന നീളം ഇവിടെ 4 സെൻറ്റിമീറ്ററും ഇത് 4√3 ആയിരിക്കും. 17ാമത്തെ ചോദ്യം. ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² - 7x + 13, വാട്ട് ഈസ് പി ഓഫ് 3? പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, പി ഓഫ് 3 കാണാൻ. അത് ഒരു മാർക്ക് കിട്ടും, കാരണം ഇവിടെ ചുമ്മാ 3 ഇട്ട് കൊടുത്താൽ മതി. ആൻസർ ചെയ്ത് വരുമ്പോൾ 1. Write the polynomial p of x minus p of 3 as the product of two first degree polynomials. അവിടെ കുട്ടികൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെന്ന് കരുതുന്നു. p of x minus p of 3 എന്നാൽ ഇതിൽ നിന്ന് p of 3 നമുക്ക് കിട്ടിയ വില കുറയ്ക്കണം. അപ്പോൾ 1 കുറയ്ക്കുമ്പോൾ ഇത് x² - 7x + 12 എന്ന് വരും. അതായത് p of x minus p of 3 is equal to p of x-ൽ നിന്ന് റിമൈൻഡർ കിട്ടിയ 1 കുറയ്ക്കുന്നു. അപ്പോൾ മിച്ചം x² - 7x + 12. ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും. x - 4 × x - 3. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് എഴുതാൻ മൂന്നാമത്തെ ചോദ്യം. സൊല്യൂഷൻസ് p of x minus p of 3 is equal to 0 ആകുന്ന സൊല്യൂഷൻസ്. അതായത് ഈ വില 0 ആകുന്നു. അപ്പോൾ x - 4 is equal to 0 ആണെങ്കിൽ x is equal to 4. x - 3 is equal to 0 ആകുമ്പോൾ x is equal to 3. 18ാമത്തെ ചോദ്യം. ആദ്യത്തെ സെക്ഷൻ എ സെക്ഷൻ ഒരു കുഴപ്പവുമില്ല, എളുപ്പം കിട്ടും. എന്നാൽ ബി സെക്ഷൻ ഇവിടെ കുട്ടികളെ കുഴപ്പിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു പോലും നോക്കാനുള്ള സാധ്യത കുറവാണ് ഈ ഫിഗർ കാണുമ്പോഴത്തേക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ബോത്ത് സർക്കിൾസ്. രണ്ട് സർക്കിളിൻ്റെയും സെൻറ്റർ O ആണ്. എ ബി ആൻഡ് എ സി ടച്ച് ദ സ്മോൾ സർക്കിൾ അറ്റ് പി ആൻഡ് ക്യൂ. എ ബിയും എ സിയും പി ക്യൂ എന്നീ രണ്ട് പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്നു. A, B, C are points on the large circle. A, B, C are points on the large circle. AP 5 cm, then what is the length of AQ? AP യും AQ യും ടാൻജൻ്റ് ആയതുകൊണ്ട് ഈക്വൽ, അപ്പോൾ 5 cm. പ്രൂവ് ദാറ്റ് AB is equal to AC. AB യും AC യും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. OP OQ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ എ പിയും പി ബിയും തുല്യമാണ്. അതായത് എ ബി ഇസ് ഈക്വൽ ടു 2AP എന്ന് എഴുതാം. ഈ സൈഡിൽ അതുപോലെ തന്നെ എ ക്യൂവും ക്യൂ സിയും തുല്യമായതുകൊണ്ട് എ സി ഇസ് ഈക്വൽ ടു 2AQ എന്ന് എഴുതാം. ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി, ക്യൂ സി പെർപെൻഡിക്കുലർ ടു എ സി. ദെയർഫോർ എ ബി ഇസ് ഈക്വൽ ടു 2AP എന്നും എ സി ഇസ് ഈക്വൽ ടു 2AQ എന്ന് എഴുതാം. എ പിയുടെ എ ക്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ് ഇവിടെ. അപ്പോൾ ആ 5 എന്നുള്ള വില ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ
നമുക്ക് മനസ്സിലാകും എ ബി ഇസ് ഈക്വൽ ടു 2 into 5 10, എ സിയും 2 into 5 10. ദ എ ബി ഇസ് ഈക്വൽ ടു എ സി. ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ പി ഇസ് ഈക്വൽ ടു 5 cm ആൻഡ് ആംഗിൾ എ 90 degree, ആംഗിൾ എ 90 degree, ദെൻ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്മോൾ സർക്കിൾ? ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. എ 90 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പി ടാൻജൻ്റ് ആയതുകൊണ്ട് 90, ക്യൂവും ടാൻജൻറ്റും റേഡിയസും ആയതുകൊണ്ട് 90. അപ്പോൾ 90 90 90, 3 ആംഗിൾസ് 90 ആയി. അപ്പോൾ നാലാമത്തെ ആംഗിളും 90. അതുകൊണ്ട് ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയർ ആയതുകൊണ്ട് റേഡിയസുകൾ ഈ സൈഡിന് തുല്യം. സൈഡ് 5 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ റേഡിയസും 5. 19ാമത്തെ ചോദ്യം. ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിൻറ്റ്സ് എ -30, ബി 30 ആൻഡ് സി 0 3√3. ഇത് വരയ്ക്കാനാണ്. അതായത് പോയിൻറ്റ്സ് മാർക്ക് ചെയ്താൽ മാത്രം മതി. എ -30 -30, ബി 30 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാ ബി മാർക്ക് ചെയ്തിരിക്കുന്നു. സി മാർക്ക് ചെയ്യുന്നതിനുള്ള വഴി നോക്കുക. ഇവിടെ 90 degree, അവിടെ നിന്നൊരു 60 degree, എയിൽ നിന്ന് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 degree എടുത്ത് ലൈൻ നീട്ടി വരച്ചാൽ അത് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് 0യിൽ നിന്ന് √3 പൊക്കത്തിലായിരിക്കും. അപ്പോൾ ആൻസർ ഇതാണ് പോയിൻ്റ് സിയുടെ പൊസിഷൻ. 20ാമത്തെ ചോദ്യം. എ സെക്ടർ ഓഫ് റേഡിയസ് 12 cm ആൻഡ് സെൻട്രൽ ആംഗിൾ 120 ഈസ് റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. സെൻട്രൽ ആംഗിൾ 120യും സ്ലാൻ ഹൈറ്റ് 12ഉം, അല്ലെങ്കിൽ സെക്ടറിൻ്റെ റേഡിയസ് 12ഉം ഉള്ള ഒരു സെക്ടർ എടുത്ത് മടക്കി ഒരു കോൺ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ സ്ലാൻ ഹൈറ്റ് 12 എന്ന് മനസ്സിലാകും. വാട്ട് ഈസ് ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദി കോൺ? 12. ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. ഇവിടെ റേഡിയസ് കാണണം, ഹൈറ്റും കാണണം. അതിൻ്റെ സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് സെക്ടർ യൂസ് ടു മേക്ക് എ കോൺ? എ കോൺ ഓഫ് ബേസ് റേഡിയസ് √2. ബേസ് റേഡിയസ് √2ഉം ഹൈറ്റ് 4ഉമുള്ള ഒരു സെക്ടർ മടക്കി ഉണ്ടാക്കിയാൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? ആ സെക്ടറിൻ്റെത്. ആ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 12 വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നു. റേഡിയസും ഹൈറ്റും കാണാൻ. അപ്പോൾ റേഡിയസ് കാണാൻ നമുക്കറിയാം. x/360 = r/l എന്ന ഇക്വേഷനിൽ ഇട്ട് കഴിയുമ്പോൾ 60 = r/12 എന്ന് എഴുതാം. 12 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 12/3 4 cm എന്ന് കിട്ടും. h² നമുക്കറിയാം L² - R² ആണ് h². അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ √128 എന്ന് കിട്ടും. അതിനെ നമുക്ക് 8√2 എന്ന് എഴുതാം. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ ആൻസർ കിട്ടുക x = 120 degree. 21ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് 50 ആൻഡ് 32? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അവിടെ ഒരു മാർക്ക് കിട്ടും. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ബി ക്വസ്റ്റ്യൻ. The x coordinate of a point on the line x minus y is equal to 5 is 5. What is the y coordinate? അങ്ങനെയാണെങ്കിൽ y coordinate എത്ര? അപ്പോൾ എക്സിന് 5 എന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ y കിട്ടും. Then write the coordinate of the point of intersection of the lines x plus y is equal to 5 and x minus y is equal to 5. അതിന് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. സ്ലോപ്പ് -1 എന്ന് കിട്ടുന്നു. ഇക്വേഷൻ ഓഫ് ദി ലൈൻ, അതായത് XY എന്നൊരു പറയുന്ന പോയിൻ്റ് ഈ ലൈനിൽ എടുക്കുന്നു. ഈ ലൈനിലെ ഒരു പോയിൻ്റ് XY എന്നെടുത്ത് വീണ്ടും സ്ലോപ്പ് കാണുന്നു. അപ്പോൾ y - 0/x - 5 is equal to -1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ നമുക്ക് കിട്ടും x + y is equal to 5. അതിനായി എക്സിൻ്റെ സ്ഥാനത്ത് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 - y is equal to 5. അപ്പോൾ y is equal to 0 എന്ന് കിട്ടും. അപ്പോൾ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി x + yയും x - yയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കാണാൻ. അപ്പോൾ അത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി. ആൻസർ x 5 y 0. അപ്പോൾ പോയിൻ്റ് 50. 22ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് an arithmetic sequence 72. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓൾസോ 72. വാട്ട് ഈസ് 5th ടേംസ് ഓഫ് ദി സീക്വൻസ്? സം ഓഫ് 9 ടേംസ് 72 എന്ന് തന്നിരിക്കുന്നതിനാൽ S9 നമുക്ക് കാണാം. 9/2 × 2a + 8d is equal to 72. അവിടെ നിന്ന് 2 കോമൺ എടുത്ത് കട്ട് ചെയ്താൽ 9 × a + 4d is equal to 72 എന്നും a + 4d 8 എന്ന് കിട്ടും. അപ്പോൾ a + 4d എന്ന് പറഞ്ഞാൽ 5th ടേം കിട്ടി 8. S4 സം ഓഫ് 4 ടേംസ് 72 എന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് 4 ടേംസ് 72 എന്ന് തന്നിരിക്കുന്നതിനാൽ 4/2 × 2a + 3d is equal to 72. 2a + 3d is equal to
ഈ 2 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 36 എന്ന് കിട്ടും. ഇപ്പോൾ 2 ഇക്വേഷൻസായി. നമുക്ക് സോൾവ് ചെയ്ത് എയും ഡിയും കണ്ടുപിടിക്കാം. 2a + 3d = 36, 2a + 8d = 16. ഇത് കുറച്ച് കഴിയുമ്പോൾ -5d = 20. അപ്പോൾ d = -4 എന്ന് കിട്ടുന്നു. ഇക്വേഷനിൽ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a + 4 × -4 = 8 എന്ന് കിട്ടും. അപ്പോൾ a - 16 = 8, a = 24. ടേം ഇതിൻ്റെ ആൻസേഴ്സ് ഒന്നുകൂടെ നോക്കുക. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 5th ടേം 8, സം ഓഫ് 5 ടേംസ് 80, കാരണം 4 ടേംസിൻ്റെ സമ്മിൻ്റെ കൂടെ 8 കൂടെ ആഡ് ചെയ്യുന്നു. 4 ടേംസിൻ്റെ സം 72 തന്നിട്ടുണ്ട്, അപ്പോൾ 8 കൂടെ കൂട്ടി 80. സി ക്വസ്റ്റ്യൻ സീക്വൻസ് എഴുതാൻ 24, 20, 16 എക്സെട്ര. 23ാമത്തെ ചോദ്യം. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദ അതർ എഡ്ജ് ഓഫ് ആൻ എലവേഷൻ അറ്റ് ആൻ എലവേഷൻ 60 ഡിഗ്രി. സ്റ്റെപ്പിംഗ് 12 meters ബാക്ക്, 12 മീറ്റർ പുറകോട്ട് മാറി, ഹി സീസ് അറ്റ് ആൻ എലവേഷൻ 30 ഡിഗ്രി, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ട്രീ. ഇത് ടെക്സ്റ്റിൽ നിന്ന് നേരിട്ടുള്ളൊരു ചോദ്യം തന്നെ, ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് കരുതുന്നില്ല. ഫിഗർ വരയ്ക്കുന്നത് നോക്കുക. DC ഹൈറ്റ് ഓഫ് ദി ട്രീ, അവിടെ നിന്ന് B വരെ നിൽക്കുന്ന കുട്ടി 60 ഡിഗ്രിയിൽ കണ്ടു മരത്തിൻ്റെ മുകൾ ഭാഗം. 12 മീറ്ററും കൂടെ പുറകോട്ട് മാറി 30 ഡിഗ്രിയിലാണ് മുകൾ ഭാഗം പിന്നീട് കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ട്രീ കാണണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്, DCBയും DCAയും. ഇതിൽ കോമൺ ഉള്ള സൈഡ് DC. അപ്പോൾ DC = ആക്കി 2 ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു. അതിനായി tan 60 ഫസ്റ്റ് നോക്കുക. ഇൻ ട്രയാങ്കിൾ DCB, tan 60 = DC/BC, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. tan 60യുടെ വാല്യൂ √3, അപ്പോൾ √3 = DC/BC എന്നും DC √3BC എന്ന് കിട്ടും. ഇക്വേഷൻ 1. അതുപോലെ ഇൻ ട്രയാങ്കിൾ ACD, tan 30 = DC/12 + BC എന്ന് എഴുതാം. അപ്പോൾ നോക്കുക, tan 30 = DC/12 + BC. 1/√3 = DC/12 + √3. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 + BC/√3 ആണ് DC. ഇവിടെയും DCയുടെ ഒരു ഇക്വേഷൻ കിട്ടി, 12 + BC/√3. ഇത് 2 ഇക്വേഷനും ഒന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് √3BC = 12 + BC/√3. ഇത് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ നോക്കുക. ഇവിടുന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3BC = 12 + BC, 3BC - BC, 2BC = 12. സോ BC = 6. BC എന്നത് 6 എന്ന് കിട്ടി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ട്രീ DC = 6√3 മീറ്റർ. 4ാമത്തെ ചോദ്യം ഇൻ സർക്കിൾ വരയ്ക്കാനുള്ളത്. ഇത് വരച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ കിട്ടുന്ന ഇൻ റേഡിയസ് 1.6 സെൻറ്റിമീറ്റർ. 25ാമത്തെ ചോദ്യം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 5, 3 ആസ് സെൻറ്റർ. 5, 6 is a point on the circle. What is the radius of the circle? റേഡിയസ് നമുക്ക് കാണാം ഡിസ്റ്റൻസ് ഉപയോഗിച്ച്. y ഡിഫറൻസ് നോക്കിയാൽ മതി, 3 ആണ്. B ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. x - h² + y - k² = r². അതായത് സെൻറ്ററും റേഡിയസും ഉണ്ടെങ്കിൽ x - 5² + y - 3² = 3². ഇത് ഇത്ര എഴുതിയാലും മാർക്ക് കിട്ടും, ഇത് ഓപ്പൺ ചെയ്താലും മാർക്ക് കിട്ടും. C ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു ദ ആക്സിസ്? 3. D ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ടാൻജൻ ഫ്രം ദ ഒറിജിൻ ടു ദ സർക്കിൾ? ഒറിജിനിൽ നിന്ന് സർക്കിളായിട്ടുള്ള ടാൻജൻ്റെ നീളം 5 യൂണിറ്റ് ആണ് ആൻസർ. 6ാമത്തെ ചോദ്യം. ദ റേഡിയസ് ഓഫ് എ സോളിഡ് സ്പിയർ ഈസ് 6 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ വോളിയം ആൻഡ് സർഫസ് ഏരിയ. റേഡിയസ് 6 ആണ്, വോളിയവും സർഫസ് ഏരിയയും കാണാനാണ് ചോദ്യം. B ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 equal halves. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കാണണം ഹെമിസ്ഫിയറിൻ്റെ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ഹെമിസ്ഫിയർ? ഇതിൻ്റെ ആൻസർ നോക്കുക. റേഡിയസ് 6 ആണ്, വോളിയം 4/3 πr³. ഇതിലിട്ട് കഴിയുമ്പോൾ 288 π എന്ന് കിട്ടും. ടോട്ടൽ സർഫസ് ഏരിയ 4 πr² എന്ന ഇക്വേഷനിലിട്ടാൽ 144 π cm² എന്ന് കിട്ടും. B ക്വസ്റ്റ്യൻ. ഇത് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ കിട്ടിയ ഹെമിസ്ഫിയർ ആണ് ഇത് താഴെ കാണുന്നത്. അതിൻ്റെ റേഡിയസും സെയിം 6 ആയിരിക്കും. ഇക്വേഷനിൽ നമുക്ക് സർഫസ് ഏരിയ കാണാൻ, സർഫസ് ഏരിയ = 3 πr². അപ്പോൾ 108 π cm² എന്ന് കിട്ടും. വോളിയം 2/3 πr³. 4/3 πr³ ആണ് സ്പിയറിൻ്റെ വോളിയം. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ വോളിയം 2/3 πr³. ആൻസർ 144 π cm³.
27ാമത്തെ ചോദ്യം മീഡിയൻ കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. ഇവിടെ ഓഡ് നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. മാർക്ക് ബിലോ 10, ബിലോ 20, ബിലോ 30 എന്നിങ്ങനെ എഴുതുന്നു. നമ്പർ ഓഫ് ചിൽഡ്രൻ 4, ഇത് ആഡ് ചെയ്തു 11, വീണ്ടും 10 ആഡ് ചെയ്തു 21, 12 ആഡ് ചെയ്തു 33, 8 ആഡ് ചെയ്തു 41. മീഡിയൻ എന്നത് 41 എന്നതൊരു ഓഡ് നമ്പർ വന്നുകൊണ്ട് ഇത് രണ്ട് രീതിയിൽ പറയാം. 41ൻ്റെ നേരെ പകുതി എടുക്കുന്നു, അപ്പോൾ ബൈ 2 20.5. പക്ഷെ നമുക്ക് 20.5 എന്നൊരു പൊസിഷൻ പറയാൻ പറ്റാത്തതുകൊണ്ട് 21st ടേം, അതായത് 21st ടേം എന്ന് വേണേൽ പറയാം. A question, if we arrange the children from one of the least mark to the one of the greatest, ചെറിയ മാർക്കിൽ നിന്ന് വലിയ മാർക്കിലോട്ട് നേരത്തെ കുട്ടികളെ നിർത്തുകയാണെങ്കിൽ then what will be the assumed mark in the 12th student? B question, compute the median mark. അപ്പോൾ A ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പറയാം ബിറ്റ്വീൻ 20 ആൻഡ് 30. കൃത്യമായിട്ട് പറഞ്ഞാൽ 20.5. നമുക്ക് മീഡിയൻ 20.5th പൊസിഷനിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 11 തൊട്ട് 20.5 വരെ 9.5, 11 തൊട്ട് 21 വരെ 10, 20 to 30 വരെ 10. ഇവിടെ മീഡിയൻ ഇസ് ഈക്വൽ ടു 20യേക്കാൾ കൂടുതലാണ് ആൻസർ. അപ്പോൾ 20 പ്ലസ് ഈ 10 എന്ന് പറയുന്ന ഭാഗത്തിനെ 9.5/10 ഡിവിഷൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് 10 ഇൻറ്റു 9.5/10, 10 ക്യാൻസലായി 20 പ്ലസ് 9.5, 29.5 ആണ് മീഡിയൻ. 28ാമത്തെ ചോദ്യം സർക്കിൾസ് എന്നതിൽ നിന്നും ടാൻജൻസും കൂടെ കമ്പൈൻ ചെയ്തായിരുന്നു. ഇൻ ദ ഫിഗർ O is the center of the large circle, center of the small circle is C, OP is a tangent to the small circle. OP ടാൻജൻ്റ് ആണ്. BOQ 50 ഡിഗ്രി, BOQ 50 ഡിഗ്രി. ഇവിടെ BOQ 50 ഡിഗ്രി, ഇതും 90 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്, ടാൻജൻറ്റും റേഡിയസും കൂടി. ഫിഗറിൽ നോക്കുക, OQ 50 ഡിഗ്രി, OP ടാൻജൻ്റാണ്, PC റേഡിയസ് ആണ്. ടാൻജൻറ്റും റേഡിയസും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90, അതായത് PCയും OQവും പാരലാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് 50 ആകുമ്പോൾ ഇവിടെയും 50, ഇത് 90 വന്നുകൊണ്ട് മിച്ചമുള്ളത് 40. ഇവിടെ മൊത്തം ആംഗിൾ 180 ആയതുകൊണ്ട് ഇവിടം 90 ഡിഗ്രി. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. OAQ, OAQ ഈ ആംഗിൾ, ഇതിൻ്റെ പകുതി 25. ആംഗിൾ ഇൻ ദ റിമൈനിങ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. അപ്പോൾ 50യുടെ പകുതി 25 എന്ന് കിട്ടി. OCP നേരത്തെ പറഞ്ഞു ഈ രണ്ട് ലൈൻസും പാരലൽ ആയതുകൊണ്ട് ACയും PCയും തുല്യമായതുകൊണ്ട് ഇവിടെ 25. അപ്പോൾ 25 പ്ലസ് 90 ആണ് 115 APO. POQ 90 ഡിഗ്രി. 29ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു ഈ വർഷവും ചോദിച്ചത്. നമുക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് പോകാം. A ക്വസ്റ്റ്യൻ്റെ ആൻസർ -1, B ക്വസ്റ്റ്യൻ്റെ ആൻസർ 1, സിയുടെ ആൻസർ 0, D -22, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 0, F ക്വസ്റ്റ്യൻ്റെ ആൻസർ 2n+1. ഇത് കുട്ടികൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാനുള്ള സമയക്കുറവാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവിടെ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.